ഹലോ ഫ്രണ്ട്സ്, IIT-കളിൽ പോയിട്ട് ഡിസൈനിങ് കോഴ്സ് പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതിനു വേണ്ടി നടത്തുന്ന എക്സാമാണ് UCED എന്നാണ് എക്സാമിൻ്റെ പേര്. ഈ എക്സാം എപ്പോഴാണ് നടക്കുന്നത്, ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യാം, എപ്പോഴാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും അപേക്ഷാ നടപടികൾക്കും കരിയർ ഗൈഡൻസിനും ഒരൊറ്റ പരിഹാരം: നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എല്ലാ അപേക്ഷകളും അലോട്ട്മെന്റുകളും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഓരോ കാര്യം ഇനി ഒരൊറ്റ ക്ലിക്കിൽ ഞങ്ങളിലൂടെ ഈ കാര്യം കൈകാര്യം ചെയ്യാം. നിങ്ങൾക്ക് UCED എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് IIT-കളിലേക്കുള്ള പ്രീ ഡിസൈനിങ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് വേണ്ടിയുള്ള എക്സാം ആണിത്. എന്ന് വെച്ച് IIT-കൾ മാത്രമേ നമുക്ക് ഈ സ്കോർ വെച്ച് കയറാൻ പറ്റൂ എന്നുള്ളതില്ല. വേറെയും പല യൂണിവേഴ്സിറ്റികൾ UCED സ്കോർ വെച്ച് എടുക്കാറുണ്ട്. CUT എക്സാം സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളതാണെങ്കിൽ പോലും വേറെ പല യൂണിവേഴ്സിറ്റികളും ഈ CUT സ്കോർ വെച്ചിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് UCED എക്സാം സ്കോറും. മെയിനായിട്ട് നമ്മൾ കാണേണ്ടത് IIT ആണ്. IIT സ്ഥാപനങ്ങളിൽ ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ UCED എന്ന് പറയുന്ന എക്സാം എഴുതിയിരിക്കണം. UCED എന്ന് പറയുന്ന എക്സാം സാധാരണ നടക്കാറുള്ളത് ജനുവരി മാസത്തിലാണ്. ഇതിനു മുൻപ് നമ്മൾ ഒക്ടോബർ 1 മുതൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഒക്ടോബർ 31 വരെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഈ ഒരു ടൈമിന് മുമ്പായിട്ട് നമ്മൾ കറക്റ്റായിട്ട് അപ്ലിക്കേഷൻ മൂവ് ചെയ്തിരിക്കണം. ഈ എക്സാം എല്ലാ വർഷം ജാനുവരി മാസത്തിലാണ് ഈ എക്സാം നടക്കാറുള്ളത്. ഈ എക്സാം ഈ വർഷം മാർച്ച് 2025 ബോർഡ് എക്സാം പാസ് ഔട്ട് ആയവർക്കും നെക്സ്റ്റ് ഇയർ അതായത് മാർച്ച് 2026 ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കും ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറയുന്ന കാറ്റഗറിയിലുള്ളവർക്കാണ് UCED ജനുവരി 2026 നടക്കാൻ പോകുന്ന എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാധാരണ കേസിലെ മറ്റു പല എക്സാംസുകളിലും ഇയർ ഗ്യാപ്പ് ഉള്ളവർക്കും ഏജ് കൂടിയവർക്കെല്ലാം പല എക്സാംസുകളും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. പക്ഷേ UCED-യിൽ ഒന്നെങ്കിൽ UCED എക്സാം എഴുതുന്ന വർഷത്തിന് തൊട്ട് മുൻപുള്ള വർഷം പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ UCED എക്സാം എഴുതുന്ന വർഷം ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ ബോർഡ് എക്സാം എഴുതിയ വ്യക്തിയാണെങ്കിൽ UCED എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. 6 IIT-കളിലേക്ക് മാത്രമാണ് നമുക്ക് ഈ UCED എക്സാമുകളിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ IIT-കളും ഡിസൈൻ കോഴ്സ് ഇല്ല. ഈ 6 IIT-കൾ തന്നെ 3 സ്ഥലങ്ങളിൽ എസ്പെഷ്യലി സയൻസ് സ്ട്രീം കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള 3 IIT-കളെ കോമേഴ്സ് ആയാലും അല്ലെങ്കിൽ സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. IIT ഗുവാഹത്തി, അതുപോലെ തന്നെ റൂഡ് IIT, ജബൽപൂർ, ഈ 3 സ്ഥലങ്ങളിലാണ് സയൻസ് വേണം എന്നുള്ളത് കമ്പൽസറി ആക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ ജബൽപൂരിലെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി ഓർ മാത്തമാറ്റിക്സ് ആയാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റുള്ള IIT-കളിൽ അങ്ങനെയില്ല. ഇനി ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 3 സ്ഥലങ്ങളും കൂടിയുണ്ട്. അത് ബോംബെ IIT, അതുപോലെ ഡൽഹി, ഹൈദരാബാദ്. ഈ 3 IIT-കളും നിങ്ങൾക്ക് നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 6 IIT-കളും ടോട്ടൽ 225 സീറ്റാണുള്ളത്. 225 സീറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് കിട്ടില്ല എന്നുള്ളൊരു തോട്ടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് UCED എക്സാമിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് UCED എക്സാമിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. പാർട്ട് A ആൻഡ് B 2 പാർട്ടാണ് ഈ ഒരു എക്സാമിനുള്ളത്. പാർട്ട് Aക്കകത്ത് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. ഒന്ന് ന്യൂമറിക്കൽ എബിലിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നാട്ട് എന്ന് പറയുന്ന ടൈപ്പ്, അതായത് JEE പ്രിപ്പയർ ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന നാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരിക, ഒരു ടൈപ്പ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് മൾട്ടിപ്പിൾ, അതായത് മൾട്ടിപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് മൾട്ടിപ്പിൾസ് കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതാണ് മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻ മോഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 3ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നോർമലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് Aയിൽ ഉണ്ടാകുക. പാർട്ട് Aയിൽ ചോദിക്കാൻ പോകുന്ന ടോട്ടൽ ക്വസ്റ്റ്യൻസ് 57 എണ്ണമാണ്. ഇതിന് ആൻസർ ചെയ്യാനുള്ള ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ് നമുക്ക് ലഭിക്കുക. UCED എക്സാംസ് ഫോർ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200-ലായിരിക്കും ഉണ്ടാകുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് B ആണ്. പാർട്ട് Bയിൽ 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഈ 2 ക്വസ്റ്റ്യനുകളും നമ്മൾ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സെൻസ് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും. അതായത് സ്കെച്ചിങ് ടെസ്റ്റ്, ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈച്ച് ക്വസ്റ്റ്യൻസും 50 മാർക്സ് വെച്ചിട്ടായിരിക്കും ഉണ്ടാകുക. ഇതാണ് പാർട്ട് Bയിൽ വരയ്ക്കുന്നത്. വരയ്ക്കാനുള്ള ഒരു ടെസ്റ്റ് കൂടിയാണ് ഈ എക്സാമിൻ്റെ ഭാഗമാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം.
അപ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴേ തന്നെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പാർട്ട് എ അകത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ ടെസ്റ്റിൽ ചോദിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. നോർമലി സ്പെഷ്യൽ സെൻസ്, അതുപോലെ വിഷ്വലൈസേഷൻ എബിലിറ്റി, അതുപോലെ ഡിസൈൻ സെൻസിറ്റീവ്, ലാംഗ്വേജ്, ലോജിക്കൽ റീസണിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെ എല്ലാത്തിലൂടെയും അവർ നിങ്ങളെ അറിയാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഡിസൈനിങ്ങിനോട് നിങ്ങൾക്ക് എന്തുമാത്രം താല്പര്യമുണ്ട്, ഓരോ കാര്യത്തിലും ഹൈഡായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് എയിലും പാർട്ട് ബിയിലൂടെയും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഈ ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഈ 6 IITകളും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, UCD എക്സാം എഴുതി നമുക്ക് നല്ല സ്കോറും കിട്ടി, എന്നിട്ട് നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. ഡിസൈനിങ് കോഴ്സസ് സെപ്പറേറ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. എല്ലാ എക്സാമുകളും നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആണ് എന്നാണ് നമ്മുടെ കുട്ടികളുടെ ഒരു ധാരണ. എക്സാം ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. ഇനി ഇപ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് തുടങ്ങേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. പല കുട്ടികളും നമ്മളോട് ചോദിക്കാറുണ്ട്, മേഡം ഇപ്പോൾ എങ്ങനെയാണ് പ്രാക്ടീസിങ് തുടങ്ങേണ്ടത്. നോർമലി എനിക്ക് പറയാനുള്ളത് +1 നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. പല സ്റ്റുഡൻസിൻ്റെയും വിചാരം JEE, NEET ഇങ്ങനെയുള്ള എക്സാംസുകൾ മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്താൽ മതി എന്നൊരു ധാരണയുണ്ട്. UCD പോലുള്ള എക്സാം വളരെ ഈസി ആണെന്ന് പല കുട്ടികൾക്കും വിചാരമുണ്ട്. ഏത് എൻട്രൻസ് എക്സാം ആയാലും അതിനുവേണ്ടി പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്കത് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 10ാം ക്ലാസ് മുതൽ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലൂടെ നിങ്ങൾക്ക് കടന്നു പോവുകയാണെങ്കിൽ UCD പോലുള്ള എക്സാംസുകൾ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ പോലുള്ള കോച്ചിങ് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മുൻ കാലഘട്ടങ്ങളിലുള്ള എക്സാം പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അത് നന്നായി പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ വരച്ച് ശീലിക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോ സ്റ്റുഡൻസിനും UCD പോലുള്ള എൻട്രൻസ് എക്സാംസുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ October 1 മുതൽ തുടങ്ങി ലാസ്റ്റ് October 31 വരെ നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ലേറ്റ് ഫീയോട് കൂടി November 7 വരെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഔദ്യോഗികമായിട്ടുള്ള UCD രജിസ്ട്രേഷൻ പോർട്ടൽ വഴി മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് 3 എക്സാം സെൻറ്റേഴ്സുകൾ ഇതിലൂടെ ഓപ്ഷനായിട്ട് വെച്ച് തിരഞ്ഞെടുക്കാൻ പറ്റും. UCD പരീക്ഷാ തയ്യാറെടുപ്പുകൾ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ്, കരിയർ ഗൈഡൻസ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യസമയത്ത് നിങ്ങൾക്ക് അറിയാനും അത് മാനേജ് ചെയ്യാനും ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പരീക്ഷാ തയ്യാറെടുപ്പുകൾ, അപേക്ഷ നടപടികൾക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും നിങ്ങളുടെ ആപ്പിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിലോ DM-ലോ 360 എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിൽ ഒരു വിശ്വസ്ത പങ്കാളിയായ ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് UCD പരീക്ഷ തയ്യാറെടുപ്പുകളും അതിൻ്റെ അപേക്ഷ നടപടികളും ആവശ്യമായ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ആപ്പിൽ ലഭ്യമാണ്.